നമസ്കാരം. ഈ ഏത് രീതിയിലായാലും ഇതൊരു കോൺഫിഡൻഷ്യലായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു അനുഭവം ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി വലിയൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ വെളിയിൽ പറയാൻ പറ്റുന്നില്ല കാര്യങ്ങളൊന്നും. ഒരു ദിവസം എൻ്റെ ഡോക്ടറെ അടുത്താകുമ്പോൾ എനിക്കെല്ലാം പറയാമല്ലോ, നമ്മൾ ഫ്രണ്ട്സല്ലേ. അത് ഡോക്ടറെ, എനിക്കൊരു മോനുണ്ട്. അവൻ എന്താണ് സാർ കുഴപ്പം? സാർ അവന് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ അവൻ്റെ കയ്യിൽ കുഴപ്പങ്ങളേ ഉള്ളൂ. ഇവൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ പറയാൻ കൊള്ളത്തില്ലെന്ന് ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞ്, പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ചിലപ്പോൾ ഇനി പുള്ളിക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അവന് പഠിക്കാൻ ആവറേജാണ്. അവനെ പഠിക്കാനായിട്ടൊരു ഹോസ്റ്റലിൽ വിട്ട് തിരുവനന്തപുരത്ത് ശരിയാ ഭാഗത്തുകൊണ്ട് അവനെ കൊണ്ടുപോയി തങ്കശ്ശേരി ചേർത്ത്. തങ്കശ്ശേരിയിലും കുഴപ്പം. ഞാൻ എന്താണ് സാർ അവന് കുഴപ്പം? സാർ അവന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സന്ധ്യ ആകുമ്പോഴത്തേക്ക് അവനിങ്ങനെ പഠിക്കുന്നതിന് പകരം അന്ന് ഇതൊന്നും വന്നിട്ടില്ല, ഈ ബുക്കുകൾ, സെക്ഷൽ ബുക്സൊക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഹോസ്റ്റലിൽ വാർഡൻ പോയി കണ്ടുപിടിച്ചിട്ട് അവനെ ചോദ്യം ചെയ്തു. അവന് സാർ ഒരു ദിവസം കാണാൻ അടുത്തൊരു വീട്ടിൽ രാത്രി പോയി കിടക്കുന്നിരിക്കുന്നു. കാരണം ഇതൊക്കെ വായിച്ചപ്പോഴത്തേക്ക് അവൻ്റെ പ്രചോദനം കൂടെ വന്നു. അപ്പോൾ സാറ് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്തു, നിൻ്റെ രക്ഷകർത്താക്കളെ അറിയിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പം നീ ഒരു കാര്യം, ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കണം. അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റാക്കി. അപ്പം ഇയാൾക്ക്, ഈ വാർഡന്, ഇവനോടൊരു സെക്ഷൽ അഫിനിറ്റി. ഇവനെ ഒരു സോഡോമി, ആണുങ്ങളുമായിട്ട് ചെയ്യുന്നവരെണ്ണം, അവനൊരു അട്രാക്ഷൻ വന്നു. അവൻ്റെ അടുത്ത് അവനെതെല്ലാം പിടിച്ച് അവനെല്ലാം ആവശ്യമില്ലാത്തതുള്ളതെല്ലാം അവനെ പഠിപ്പിച്ചെടുത്ത് ഇയാളുടെ ഒരു കൂട്ടുകിടപ്പുകാരനായിട്ട് മാറ്റി. അതും ഒരു വൈകൃതമല്ലേ, മനുഷ്യൻ ചെയ്യാത്ത ഒരു കാര്യമാണല്ലേ അല്ലേ. അവനെ വിശ്വസിച്ച് അവൻ്റെ സാറും കൂടാണ് അയാൾ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇത് നടന്ന സംഭവമാണ്. ഇതുപോലെ 100,000 കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. ഇനി എനിക്ക് വേറെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും എൻ്റെ ഒരു പോലീസ് സുഹൃത്താണ്. പുള്ളി വലിയ ഉദ്യോഗസ്ഥനാണ്, ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വലിയ പേരാണ്. പക്ഷേ ഇയാളുടെ ഭാര്യയും കൺട്രോൾ ചെയ്യാൻ ഒക്കുന്നില്ല, മോനെയും കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. നമുക്കറിയാതെ പോലീസുകാരെ നമ്മൾ മോശം എന്നുള്ളതല്ല. ഇവിടെ എൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇതിലെല്ലാവരും മജോറിറ്റിയും 90% നല്ല നല്ല ആളുകളാണ്. പക്ഷേ ഇതുപോലെ കുടുംബ രഹസ്യങ്ങൾ വരുമ്പോൾ കാര്യത്തൊക്കെ പറയാതിരിക്കാൻ പറ്റും. ഡോക്ടറെ, ഞാൻ പോലീസുകാരെ എല്ലാവരെയും എല്ലാം വിറപ്പിച്ചൊക്കെ നിർത്തും, കീഴുദ്യോഗസ്ഥന്മാരെയൊക്കെ വിറപ്പിച്ച് നിർത്തും, എന്നെ കാണുമ്പോൾ സല്യൂട്ടും എല്ലാവരും സല്യൂട്ട്. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനൊരു പട്ടിയെപ്പോലാണ്. കാര്യം, ഈ അമ്മയും മോനും കൂടെ ഒരു സൈഡാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇവൻ പഠിക്കാനൊക്കെ ഇച്ചിരി മോശമാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ട്യൂഷനൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കാണാം, ഇതേ ഒരു ബാറിലിരിക്കുന്നു. അപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളമൊക്കെ സാധാരണ എല്ലാവരും പോകുന്നതല്ലേ. അത് എല്ലാവരും പോകണമെന്നില്ല, ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ്, നമുക്കതിനൊന്നും പറയാം. കുറേ കഴിഞ്ഞപ്പോൾ കാണാം, യവനും വന്നവിടെ ഇരുന്ന്. ഇയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാം മോനാണ് ഇരിക്കുന്നത്. അന്നേരമാണ് അച്ഛനും മോനും കൂടെ കാണുന്നത്. അപ്പോൾ പറഞ്ഞ്, ഇനി ഞാനിത് അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് ഞങ്ങളിവിടെ വെച്ച് കണ്ടു. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ അച്ഛൻ കേൾക്കണം, അല്ലെങ്കിൽ ഈ രഹസ്യം ഞാൻ വെളിപ്പെടുത്തും എന്ന് ചുരുക്കി പറഞ്ഞ അയാളുടെ അടിമയായി. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയാം, ഒരു ദിവസം കാണാൻ അവനെ ഒരു കാര്യമുണ്ട്. ഇയാളുടെ ഓഫീസ് സമയം എല്ലാം കഴിഞ്ഞിട്ട് ഇയാളുടെ ഇവൻ്റെ അമ്മ എവിടെ പോയ സമയത്ത് ഒരു പെണ്ണെ വിളിച്ച് വീട്ടിൽ കയറ്റി. പോലീസ് ഓഫീസർ വന്ന് കണ്ട്, പക്ഷേ അയാൾക്കൊന്നും പറയാനൊക്കത്തില്ല. അതൊരു വികൃതി എന്നുള്ളതല്ല, അതൊരു നാച്ചുറലും നടക്കുന്ന സംഭവം. എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ്. അതിനിപ്പോൾ ആണെന്നോ പെണ്ണെന്നോ ചെറിയ ഉദ്യോഗസ്ഥനെന്നോ വലിയ ഉദ്യോഗസ്ഥനെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇനി എനിക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് വേറൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുട്ടികളുടെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എല്ലാ ഫീൽഡിലുള്ള ആളുകളും വരും. അദ്ദേഹം വലിയൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇതുപോലൊരു മോനുമുണ്ട്. ഇവർ രണ്ടുപേരെയും കൂടെ പഠിക്കാൻ ബോംബെയിൽ അയച്ച്.
ഇയാൾ പൈസയൊക്കെ ഒരുപാടുണ്ടായതുകൊണ്ട് ഇയാൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് താമസിപ്പിച്ചിട്ട് അവസാനം കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കാണാം പെണ്ണ് ഗർഭിണിയായി. അപ്പോൾ അതൊരു നാച്ചുറൽ പ്രോസസ് എന്ന് പറയാനും ഒക്കത്തില്ല, അല്ലെന്ന് പറയാനും ഒക്കത്തില്ല. അത് സാഹചര്യം. അപ്പോൾ സാഹചര്യമാണ് മനുഷ്യനെ നന്നാക്കുന്നത് മോശമായി. ഇത് പറയാൻ കാരണം ഇതിന് കൺട്രോളില്ല, യാതൊന്നുമില്ല, ആരാരും എന്തും ചെയ്യും. പിന്നെ അടുത്ത് വേറൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ബിസിനസ്മാനാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ അയാളുടെ മറ്റേ കുരുത്തക്കേടുകൊണ്ട് അവനെ ഇതൊരു വേറെ സിറ്റിയിൽ അയച്ച് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാളാണ്. ഇവൻ രാത്രി ആയപ്പോഴത്തേക്ക് ഈ സുഹൃത്തിൻ്റെ ഭാര്യയും സുഹൃത്തും കൂടെ കിടക്കുന്ന മുറിയിൽ ഇവൻ നേരത്തെ കയറി കട്ടിലിൻ്റെ കീഴിൽ വിളിച്ചിരുന്നു. അപ്പം ഇയാൾ ഇത് തന്നെ ഈ സുഹൃത്തെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ അടിക്കുന്ന ആളാണ്. അതിന് സാധാരണ മദ്യക്കുപ്പി താഴെയാണ് വെച്ചേക്കുന്നത്. ഇവൻ ആദ്യം ഇതെടുത്ത് കുടിച്ച് കഴിഞ്ഞിട്ട് ഇയാൾ ഇത് ഭാര്യയായിട്ട് കിടന്ന് കുറേ കഴിഞ്ഞിട്ട് അങ്ങ് പോയി. കുറേ കഴിഞ്ഞപ്പോൾ കാണാൻ ഇവൻ കൂടെ കയറി കിടക്കുന്നു. ഇയാൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അത് അയാൾ സഫർ ചെയ്തിട്ട് അവനെ തിരികെ വിളിപ്പിച്ചിട്ട് അവനെ ഒരു കല്യാണം കഴിപ്പിക്കുമ്പോൾ ശരിയാകുമെന്ന് ആരുമൊക്കെ പറഞ്ഞു കൊടുത്ത്. കല്യാണം കഴിച്ചപ്പോൾ അതിൽ നിന്നും കുഴപ്പമായി. കല്യാണം കഴിച്ചപ്പോൾ പറയുന്നത് എനിക്ക് ലൈസൻസ് കിട്ടി, എനിക്കിനി കുഴപ്പം ആരും പേടിക്കേണ്ട കാര്യമില്ല, ആരെ പെണ്ണുങ്ങളുമായിട്ടാണ് എന്നിട്ട് ഇയാൾ അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ആരെല്ലാം സുഹൃത്തുക്കളുണ്ട് അവിടെ എല്ലാം ഓരോ പെണ്ണിനായിട്ട് വിളിച്ച് ഓരോ ദിവസം കൊണ്ടുപോകും. ഇത് ഇനിയിപ്പോൾ ഇതിനപ്പുറവും നടക്കും. കാരണം ഞാനീ പറയുന്ന സമയത്തുള്ളത് ഇത്രയും അമിതമായിട്ടുള്ള മയക്കുമരുന്ന് ഇതൊന്നുമില്ല. ആ ഒരു സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ ഇപ്പം കട്ടിലിൻ്റെ കീഴിൽ കയറി ഇരുന്ന് മാത്രമല്ല, മദ്യവും കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഭാര്യയും ഇവനുമായിട്ടാണ് കൂട്ടായി. അപ്പോൾ ഭർത്താവിനെയൊക്കെ ഇഷ്ടപ്പെട്ട ചെറുക്കനെയാണ്, പയ്യനെയാണ്. അങ്ങനെ വരുത്തല്ലോ. ആ പ്രായം ഒരു ഘടകമാണല്ലോ. ഈ പ്രായത്തിന് ആരോ പറഞ്ഞ പോലെ പ്രായത്തിനും പ്രേമത്തിനും കണ്ണില്ലെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു കാര്യത്തിന് അവർക്ക് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ അതായത് മനുഷ്യജീവി എന്തും എവിടെയും തരം കിട്ടിയാൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ് പ്രയോജനം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എല്ലാം ഞാൻ ഹോളിസ്റ്റിക് മെഡിസിനാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും എല്ലാവിധ ശാരീരികവും മാനസികമായിട്ടുള്ള രോഗങ്ങൾക്ക് മറ്റ് ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റ് സമ്പ്രദായങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതിനോ തന്നെ ട്രീറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിന് എന്നെ ഡയറക്റ്റായിട്ട് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. പ്രധാനമായിട്ടും ഹാർട്ട് ഡിസീസ്, ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ആൻജിയോഗ്രാം എന്ന് പറയും. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ വേയിൽ അത് സുഖപ്പെടുത്താം.